കുറേ പേര് പറയുന്നുണ്ടല്ലോ എനിക്ക് നീ നിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഒന്നാമത്തെ കാര്യം അതിനൊന്നും ടൈമില്ല. വർക്ക്, കാര്യങ്ങൾ, ട്രാവലിങ്, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഡേ ഇൻ ലൈഫ്. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. എന്നാൽ പിന്നെ ഞാനും തുടങ്ങിയേക്കാന്ന് വെച്ചു. കുറച്ച് ലേറ്റായി പോയോന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീക്കെൻഡ് ടൈം ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ കാറെടുത്ത് നേരെ ഒരു പടത്തിന് പോയാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ അവിടുന്ന് തന്നെ ഒരു ഡേ ഇൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ മാത്രമല്ല, ഹരി, അലൻ, അക്കു, സന്ധിക്ക എല്ലാവരും ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ നേരെ ഗോവാടി മാളിൽ പോയി. ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് മാത്രം ടിക്കറ്റ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ ഒരു വീക്കെൻഡ് ടൈമിൽ എല്ലാവരും കൂടെ ഒത്തിരുമ്പോഴേ ഇങ്ങനത്തെ ഒരു അലമ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ഒരു 10 രൂപയും കൂടെ കൊടുത്ത് സോ അതിനെ കൊണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് നേരെ എൻട്രി എടുത്തു. ഞങ്ങളവിടെ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ആക്ച്വലി പോയെന്ന് പറഞ്ഞാൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിരുന്നു. അപ്പോൾ ജോൺ വിക്കിൻ്റെയൊക്കെ കുറേ പടവും ഫോട്ടോസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ പടത്തിന് കയറി. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ ടൈം അപ്പോൾ ഇറങ്ങിയപ്പോൾ അവിടെ ഒരുപാട് ഫുഡ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഗോവ ആയതുകൊണ്ട് പൊതുവെ നല്ല